ഹൈവ വെൽക്കം ബാക്ക് ട്രിപ്മല്ലു ഷമീറാണേ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈക്കിംഗ് ബാഗിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ആമസോണിൽ നിന്ന് നമുക്ക് അയച്ച് കിട്ടിയ പ്രൊഡക്റ്റ്. കത്തി കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇച്ചിരി തുരുമ്പുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് Shameer.K ആണ് നമുക്ക് ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തത്. അപ്പം നമുക്ക് ഇത് തുറന്നു നോക്കാം. സിമ്പിൾ പാക്കിംഗ് ആയതുകൊണ്ട് കട്ടിങ്ങിനൊന്നും ബുദ്ധിമുട്ട് വരില്ല എന്ന് പ്രതീക്ഷിക്കാം. ബാഗ് ആയതുകൊണ്ടായിരിക്കണം സിമ്പിളായിട്ടൊരു പ്ലാസ്റ്റിക് കവറ്. അപ്പം അത് സിമ്പിളായിട്ട് തുറക്കാം. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങിൻ്റെ കാര്യത്തിൽ നിന്നും പറ്റില്ല. കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ കിട്ടിയത് നമുക്കൊരു ബില്ലാണ്. അതെടുത്ത് മാറ്റി നമുക്ക് സാധനം പുറത്തിടാം. അതിനകത്തൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ഒരു പാക്കറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. നല്ല ഗ്രേ കളർ ഒരു ബാഗ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാമല്ലോ. നല്ല കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട്, മെറ്റീരിയലൊക്കെ സൂപ്പറാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നോക്കാം. ഒരുപാട് ബക്കിൾസ് ക്ലിപ്പുകൾ വെച്ചിട്ട് ഒരുപാടുണ്ട്. നമുക്ക് മറ്റ് സാധനങ്ങൾ ഹാങ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് റെയിൻ കവർ ഉള്ളത്. നമുക്ക് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കവർ ചെയ്യാനുള്ളത് ഏറ്റവും അടിഭാഗത്തുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് ഉള്ളത്. അപ്പം അത് നമുക്ക് സാധനമൊക്കെ ഫില്ല് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന അവിടെയാണ് നമുക്കൊരു ഷൂ കമ്പാർട്ട്മെൻറ്റ്. കാരണം നമുക്ക് ബാഗ് മുഴുവൻ തുറങ്ങാതെ പെട്ടെന്ന് എടുക്കാനുള്ള ഷൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഷൂവും കാര്യങ്ങളൊക്കെ വെക്കാം. ബാക്കി ബക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യം, ഇതിൽ ഓരോന്നും പറയുന്നതിനേക്കാൾ നല്ലത് ഒരുപാട് ക്ലിപ്പുകളുണ്ട്. നമ്മൾ സാധനം എൻ്റെ അടുത്ത് ഇപ്പോൾ യാത്ര, നമ്മളിപ്പോൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ യാത്ര സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തിട്ട് നമുക്കതിൽ എത്രത്തോളം ലോഡ് താങ്ങും എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് കളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എത്രത്തോളം ലോഡ് താങ്ങും എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ലാപ്ടോപ്പ് ഇടാനുള്ള സെക്ഷൻ വേറെ ഉണ്ട്. അതുപോലെ ഡ്രസ്സ് ഇടാനും നമ്മുടെ മണി പേഴ്സ് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഓരോ സെക്ഷനും ഉണ്ട്. ഇതിൻ്റെ മേൽഭാഗം മാത്രം എനിക്കെന്തോ അതെന്ത് വെള്ളം നനയാതിരിക്കാൻ, മഴയിൽ വന്നാൽ കയറാതിരിക്കാൻ ഒരു പ്രത്യേക മെറ്റീരിയൽ, കട്ടി കുറഞ്ഞൊരു മെറ്റീരിയലാണ് ആ മേലെ ഉള്ളത്. മാത്രമല്ല നമുക്ക് വലിച്ച് ടൈറ്റാക്കാനൊക്കെ പറ്റുന്നത്. അതിനെന്തെങ്കിലും ഉപകാരം ഉണ്ടാവും, എനിക്കറിയാത്തതായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പഠിച്ചിട്ട് പറയാം. നമ്മളെ യാത്രയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ബാഗിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ നമുക്കത് അടുത്ത മറ്റു വീഡിയോകളിൽ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റും. ഇത് ഈ സൈഡ് കാണുന്ന ഈ കളം കണ്ട, ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാഗ് തൊള്ളിട്ട രണ്ട് സൈഡിൽ നമ്മളെ മണി പേഴ്സ്, സ്മാർട്ട് ഫോണ് ഒക്കെ ഇതിൽ വെക്കാം. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. നമ്മൾ ബാഗ് തോളത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സൈഡിലായിട്ട് വരും. ഒരു പോക്കറ്റ് പോലെ രണ്ട് സൈഡും ഫീൽ ചെയ്യും. അതൊരു വളരെ ഉപകാരപ്പെട്ടൊരിതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നമ്മളിപ്പോൾ കാണാത്ത സൈഡിലും ഇതെല്ലാമായിട്ട് കളങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഒരുപാട് പോക്കറ്റുകൾ കളഞ്ഞുകൊണ്ട് നമുക്കിത് നമ്മുടെ സാനിറ്ററി ഐറ്റംസ് വെക്കാനും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, അതിൽ വേണം നമ്മുടെ മെഡിക്കൽ ഐറ്റംസ് വെക്കാനൊക്കെ പറ്റും. അതുപോലെ നമുക്ക് ഇതിപ്പോൾ ഇതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നെയിം കാർഡാണ്. അപ്പോൾ അതൊന്നും നമുക്കിനി ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതും കൂടി പറഞ്ഞുതരാം. ഈ കാണുന്ന നമ്മുടെ ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ബേക്ക് ഒരു 4 തരത്തിൽ നമുക്ക് ഇതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബേക്കിൽ തൂക്കുന്ന ഇതില്ലേ, അത് നമുക്ക് 4 തരത്തിൽ, അതിൽ 4 ഇതിൽ സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അത്രയും നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ഞാനിപ്പം 4 കൂടി കോമൺ ആയിട്ടിട്ട്, അപ്പം കുറച്ച് ബലവും കിട്ടും ഇതുമായി. അപ്പോൾ നമുക്കിനി സാധനം ഫില്ല് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള യാത്രക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ച കുറച്ച് സാധനങ്ങൾ ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ആയിട്ടില്ല. അതിൻ്റെ ഒരു 55% യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതിൽ നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മൾ സൈഡ് പോക്കറ്റ് പോലെ വരുന്നുണ്ടെന്നല്ലോ. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒന്നിലേക്കുള്ളതൊരു ചെറിയ വാലറ്റും എൻ്റെ ഒരു മൊബൈൽ ഫോണും അതിലിപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറം ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് അതിലിപ്പോൾ നമ്മുടെ ഒരു മെയിൻ വാലറ്റ് അതിൽ വെച്ചു. അപ്പം ആ ഒരു സെക്ഷൻ ക്ലിയറായി. അതുപോലെ നമുക്ക് റെയിൻ കവറിൻ്റെ ഇതും കൂടെ അടിയുന്ന കമ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ബാഗ് മുഴുവനായിട്ട് വളരെ മനോഹരമായിട്ട് മൂടാൻ കഴിയും. വലിയ നനയാത്ത ആ കണ്ടീഷനിൽ നമുക്ക് വളരെ ഫിക്സായിട്ട് ബാഗ് മുഴുവൻ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്തിടാൻ പറ്റും. അപ്പം നമുക്ക് അത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ട് അതേ കമ്പാർട്ട്മെൻറ്റും അടിയിൽ ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ തിരിച്ച് വെക്കാനും കൂടി പറ്റും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നോക്കാനുള്ള ബോട്ടിലിടാനുള്ള സെക്ഷനാണ്. ഇത് 2 സൈഡിലും ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ തന്നെ 2 ബോട്ടിലിടാം. അത്ര വലിപ്പമുണ്ട് അതിന്, അത്യാവശ്യം നല്ല ഇതുമുണ്ട്. ഇത് നമുക്കൊരു സൈഡ് കവറാണ് വരുന്നത്. ഞാനിപ്പോൾ നമ്മുടെ സാനിറ്ററി ഐറ്റംസ്, സോപ്പ്, ചീർപ്പ്, ഷേവിങ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാനായിരിക്കും അത് ഉപകാരപ്പെടുക. അപ്പം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അതിൽ ഫില്ല് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ സെയിം ഒരു പോർഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ഏകദേശം ഫസ്റ്റ് എയ്ഡ് കിറ്റോ പെട്ടെന്ന് എമർജൻസി നമുക്ക് പെട്ടെന്നെല്ലാം എടുക്കാൻ പറ്റുന്നതാണല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് കിറ്റ് വാങ്ങാത്തത് കൊണ്ട് ഞാൻ 1-2 സാധനങ്ങൾ അതിൽ ഫില്ല് ചെയ്ത് റീപ്ലേസ് ചെയ്യാണ്. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ ഉപയോഗിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷൂ കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഷൂ കമ്പാർട്ട്മെൻറ്റ് തുറന്ന് നമുക്കിതാ ഷൂ അതിൽ നിന്നെടുത്ത് പുറത്ത് വെക്കാം. അപ്പോൾ നമ്മളധികം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. സത്യത്തിൽ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഉള്ള അവൈലബിളായ സാധനങ്ങൾ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ യാത്രക്ക് തയ്യാറായി നിൽക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നോക്കാം. അതുപോലെ അവിടെ തന്നെ മേലെ ഒരു കവറുണ്ട്, അതിൽ ഞാനിപ്പോൾ തൽക്കാലം ഒന്നും വെച്ചിട്ടില്ല. നമ്മുടെ ഡോക്യുമെൻറ്റോ പേപ്പറോ കാര്യങ്ങളൊക്കെ വെക്കാം. ഇനി ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ഫില്ല് ചെയ്ത് നോക്കാം. നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു ഫാന്, നമ്മുടെ കുക്കറിൻ്റെ അടപ്പ്, കുക്കർ അതിൽ കുറച്ച് മസാലയും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ നമുക്ക് വേണ്ട കുക്ക് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ, ചായപാത്രം, കപ്പ്, മഗ്, മസാലപ്പൊടികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റൗവിൻ്റെ സിലിണ്ടറും സ്റ്റൗവും, ഇതാണ് നമ്മുടെ ഫേവററ്റ് സ്റ്റൗ. യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോക്കറ്റിലിടാൻ പറ്റിയ സ്റ്റൗ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അതുപോലെ നമ്മുടെ DG ഓസ്മോയുടെ ഗിംബൽ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മൾ ആ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചത്. ഇനി നമുക്ക് ഡ്രസ്സ് ഐറ്റംസ് കുറച്ച് ഇപ്പോൾ അതിലേക്ക് വേണ്ടി ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പഴയ ജാക്കറ്റാണ്, നരച്ചൊക്കെ പോയിന്, എന്നാലും ജസ്റ്റ് നമ്മൾ എടുക്കുക. അതുപോലെ നമ്മളെ കുറച്ച് ഡ്രസ്സുകൾ, നമ്മൾ ഇങ്ങനെയുള്ള ലോങ് യാത്രയും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളധികം കൊണ്ടുപോകാതെ നല്ലത് കട്ടി കുറഞ്ഞ ടീഷർട്ട്, അതുപോലെ ട്രാക്ക് പാൻറ്റ് പോലെയുള്ളത് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് കുറക്കാൻ വേണ്ടി പറ്റും. ഇത് ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1999 റുപ്യയാണ്. MRP വന്ന് 4999 റുപ്യയാണ്. അത് 2500, 1800 പല ടൈമിലും മാറിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, സ്ലീപ്പിംഗ് മാറ്റ്, ഇതൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. പല സ്ഥലങ്ങളിലായിട്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹൈ വാ.